You gotta take it to the bar. You gotta take it to the bar. വല്ലിച്ച ഹായ് മുത്തശ്ശി. അല്ല മോളെ, നീ എന്താ നോർത്ത് ഇന്ത്യൻ ആയോ? ഒരു പറ്റിക്കൽസ്. ഈ കാലത്തെ നിറം മാറിയാലേ ജീവിക്കാൻ കഴിയും. ഓഹോ, അപ്പൊ ഒന്നായില്ലേ മോളെ? ആകട്ടെ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓന്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. മുത്തശ്ശി എന്നെ അകത്തേക്ക് ആനയിക്കുന്നില്ലേ? നിന്നെ ഞാൻ ബുലായിക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. അമ്മേ, ഇളയ മകൻ മനസ്സിലേക്ക് വന്നതാ, സാഗർ. അവനും ഇങ്ങനെ തന്നെയായിരുന്നു. കണ്ടാലുടനെ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. പിന്നെ ഒരുപാട് തമാശകളും. അവനെ ഞാൻ എൻ്റെ കൊച്ചുമോളിലൂടെ കാണുകയാ. എന്നാ ആവോ? വാ മോളെ, യാത്രയ്ക്ക് സുഖായിരുന്നോ? വാ. അഞ്ജനെ, നിന്നെ ഇവിടെ ഇട്ട് പൂട്ടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്തിനാ മോളെ ചെറിയൊരു ജോലിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യ പോയി കിടക്കുന്നേ? ഇവൾക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. റിസോർട്ടോ എസ്റ്റേറ്റോ ഒന്നും ഞങ്ങൾക്കില്ലല്ലോ. ഉണ്ടായിരുന്നു ഒരു മരുന്ന് കമ്പനി. എല്ലാം അറിയല്ലോ എന്താ ഉണ്ടായതെന്നും. എല്ലാത്തിനും ഒരു പരിഹാരം കാണുകയാണല്ലോ ഭവാനി. അഞ്ജനെ, ദേ നിന്റെ കാര്യത്തിൽ മുത്തശ്ശി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിന്റെ വിവാഹം. വിവാഹം? അജയാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. നീയും അഭിരാമയും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ തീരുമാനിച്ചതാ നിങ്ങളിൽ ഒരാളെ അജയ് കെട്ടണമെന്ന്. അല്ല മുത്തശ്ശി, ദേ ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ ഇനി ഇവിടുന്ന് മടങ്ങിപ്പോകുന്നില്ല. അമ്മേ, വിവാഹം? നീ വാ, വിശേഷങ്ങൾ ചോദിക്കട്ടെ. വാ. സത്യ, മാധവ, ഇനി നിശ്ചയത്തിന്റെ കാര്യത്തിലേക്ക് നീങ്ങാം. സർ.
ഇരിക്കു ഭൂമി. സാർ പറഞ്ഞിരുന്നു 2 ദിവസം കഴിഞ്ഞ് വരാൻ. വിളിച്ചാൽ മതിയായിരുന്നല്ലോ. നല്ല ടെൻഷനാണ്. ഞാൻ അവരോട് സംസാരിച്ചു. സ്പെഷ്യൽ കൺസിഡറേഷൻ റിക്വസ്റ്റും ചെയ്തിരുന്നു. ബാങ്ക് ഒരു വലിയ എമൗണ്ട് ലോൺ തന്നു കഴിഞ്ഞു. അതിന് സെക്യൂരിറ്റിയും ഇല്ല. അച്ഛന്റെ ചികിത്സയാണ് സർ. സമയം കാത്തു നിൽക്കില്ലല്ലോ. ഞാൻ നിസ്സഹായനാണ്. ശരി സർ. ഭൂമി ഏത് ബാങ്കിനെ സമീപിച്ചാലും ഇത് തന്നെയായിരിക്കും തീരുമാനം. ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയെ സമീപിച്ചൂടെ? നോക്കണം. ഏതെങ്കിലും ഒരു വാതില് തുറക്കുമായിരിക്കും. ശരി. എന്താ നീ മിണ്ടാതെ നിൽക്കുന്നേ? നമ്മൾ എത്ര കണ്ട് പ്രതികരിക്കാതിരിക്കുന്നുവോ അത്രയേറെ ദുരന്തങ്ങൾ നമ്മുടെ തലയിൽ വന്ന് വീഴും. ഇപ്പൊ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഭിക്ഷയാ. അത് എപ്പോ വേണമെങ്കിലും ഇല്ലാണ്ടാവാം. കടക്ക് പുറത്തുനിന്നൊരു സംബോധന ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അമ്മേ, എന്നെ പിടിച്ച ഉടനെ കെട്ടിച്ച എന്റെ ലൈഫ് സ്പോയിലാവില്ലേ? കുറച്ച് കഴിയട്ടെ. എന്റെ ബട്ടർഫ്ലൈ ലൈഫ് ബ്രേക്ക് ചെയ്യണോ? നിനക്ക് അജയ് ഇഷ്ടമല്ലേ? വൈ നോട്ട്? ഹീസ് ഹാൻസം. അവനോടൊപ്പം ചുറ്റിക്കറങ്ങണം. ദാറ്റ് വുഡ് ബി എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ബട്ട് ഒരു സഡൻ മാരേജിന് താല്പര്യമില്ല. നിനക്ക് അവിടെ ആരെങ്കിലും? യു മീൻ പ്രപ്പോസൽസ്? ഉണ്ടല്ലോ. എത്രയോ പേരെന്നെ പ്രപ്പോസ് ചെയ്തു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവൻ മാറിയിട്ട് ഉരുട്ടി കളിക്കുന്നു. ആ വിഡ്ഢികൾ അറിയുന്നില്ലല്ലോ അഞ്ജന ഈ കാര്യത്തില് ഫ്രോഡാണെന്ന്. അഞ്ജന, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. യെസ്, ഐ എം സീരിയസ്. അമ്മ പറഞ്ഞു. ഇത് ആരുടെ വീടാ? അച്ഛന്റെ. എന്ന് കരുതി ഈ വീട്ടിൽ നമുക്ക് ഒരു അവകാശവും ഇല്ല. നിന്റെ അച്ഛൻ എഴുതി കൊടുത്തതാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. എനിക്ക് കിട്ടിയ ഷെയറും ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്തൊക്കെയോ അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കമ്പനി സർക്കാർ സീൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പിന്നാമ്പുറ കഥകള് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയാ നിന്റെ അച്ഛൻ മരിച്ചത്? ആത്മഹത്യ എന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നത്? മുത്തശ്ശിയും അപ്പച്ചിയും വലിയച്ഛനും ഒക്കെ. സാഗർ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകോ. നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം ഈ വീട്ടിലുള്ളവരാ. നിന്റെ അച്ഛനെ ഇവർക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. നിന്റെ മുത്തശ്ശിക്ക് സ്നേഹം സത്യദാസ് എന്ന നിന്റെ വലിയച്ഛനോടും സംഗീത എന്ന അപ്പച്ചിയോടും മാത്രമായിരുന്നു. വലിയച്ഛന് അച്ഛന്റെ കാര്യത്തിൽ പങ്കുണ്ടോ? എല്ലാവർക്കും. അതിന്റെയൊക്കെ പ്രതികാരം ചെയ്യാൻ സമയമായി. പ്രതികാരമല്ല, യുദ്ധം. കഴിഞ്ഞ 22 വർഷം അവസരം കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. അതിന്റെ ആദ്യപടിയാ നിന്റെ വിവാഹം. ഈ വീട്ടിൽ ആധികാരികത വേണമെങ്കിൽ അവകാശം വേണം. യുദ്ധതന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരും. എന്നാലും അമ്മയും ഉടനെ ഞാൻ അജയ്ക്ക് തല വെച്ച് കൊടുക്കണോ? നിന്റെ അച്ഛന്റെ ആത്മാവ് അലഞ്ഞു തിരിയ. സാഗറിന് ആത്മശാന്തി കിട്ടണമെങ്കിൽ നിന്റെ അച്ഛൻ മരിക്കാൻ കാരണമായവരെ തകർക്കണം. അവസരങ്ങൾ ഉപയോഗിക്കണം. ഒരവസരവും
നമുക്കായി കാത്തു നിൽക്കില്ല. ഇതാണ് മുഹൂർത്തം. പ്രതികാരത്തിന്റെ തിരി തെളിയണം. ആ തിരിയുമായി നീ ഈ സൗഭാഗ്യപുരത്തിന്റെ പടി വലതുകാൽ വെച്ച് ചവിട്ടിക്കയറണം. അമ്മേ, ഒരു സംശയം. വല്യച്ഛൻ പാവമല്ലേ? അമ്മായിയെയും അഭിരാമിയെയും അന്വേഷിച്ച് നടക്കുന്നൊരു പാവം. അയാളാണ് എല്ലാത്തിന്റെയും സൂത്രധാരൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെന്നാണോ? നീ ഒരു തീരുമാനം എടുക്കണം. ആ അച്യുതനെ കഴിഞ്ഞ ദിവസം ഈ പരിസരത്ത് ഞാൻ കണ്ടു. അയാളോട് ഇന്നിവിടെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇന്നാട്ടിൽ എവിടെയോ ഉണ്ട്. എന്നെ കണ്ടപ്പോ അയാൾ ഭയന്ന് മാറി. എന്റെ മോളുടെ വിവാഹം നടത്താൻ പൂർവ്വകാല സംഭവങ്ങളുടെ ഒരു ചീള് പോലും കാണാൻ പാടില്ല. ഞാൻ അന്വേഷിക്കാം. അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നത് നല്ലതല്ലല്ലോ. അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നത് നല്ലതല്ലല്ലോ. അച്ഛ, എഴുതി കഴിഞ്ഞോ? എന്ത്? കവിതയാണോ നോവലാണോ? എന്താ എഴുതുന്നത്? അച്ഛന്റെ തലച്ചോറ് പുകയുന്നുണ്ടല്ലേ? വളരെ ശരിയാണല്ലോ. അല്ല, അത് ശരിയല്ല. ഏയ്, ഒരിക്കലുമല്ല. അച്ഛന്റെ തലച്ചോറേ സൂപ്പറാ. ആണോ? ആണോന്നോ? സംശയമുണ്ടോ? ഒരു സംശയം. അതെ. എന്താ രാത്രിയിൽ ഇങ്ങനെ മാറി നിന്ന് അനാവശ്യമായിട്ടൊരു ചിന്ത? നേരത്തെ ഒന്നും ഇല്ലാത്തതാണല്ലോ. ആ, മൂഡ് ശരിയല്ല മോളെ. എന്നാലേ ആ കഥ അച്ഛൻ ഒന്നുകൂടി പറയൂ. ഏത് കഥ? അച്ഛന്റെ അമ്മയുടെ നാടക കഥ. എന്റെ മോളെ, ഞാനിതൊരു 10,000 വട്ടം പറഞ്ഞിട്ടില്ലയോ ഇത്? അച്ഛന്റെ അമ്മയുടെയും പ്രേമകഥയല്ലേ? എത്ര കേട്ടാലും അത് മതിയാവില്ല. ഒന്ന് പറയച്ചാ. എന്നാ പറയാം. ഞാനൊരു ഭ്രാന്തനായിരുന്നു മോളെ. അതിപ്പോ ആർക്കാ അറിയാത്ത? അയ്യോ, ആ ഭ്രാന്തല്ല, നാടകഭ്രാന്ത്. എവിടെ നാടകം ഉണ്ടെങ്കിലും അവിടെ ഞാൻ ചൂട്ടും കെട്ടിപ്പോവും. നിന്റെ അമ്മയുടെ കുറെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ശീലാവതി നാടകത്തിലായിരുന്നു അംബികയുടെ ഏറ്റവും വലിയ പെർഫോമൻസ്. ആ നാടകത്തില് മദ്യപാനിയായ ഭർത്താവിന് കരൾ രോഗം വന്നപ്പോ ഭാര്യ കരള് പകുത്തു കൊടുത്തു. ഭാര്യ ഒരുപാട് ത്യാഗം സഹിച്ച ഓപ്പറേഷന് കാശുണ്ടാക്കിയത്. രോഗമൊക്കെ ഭേദമായി കഴിഞ്ഞ് ഭർത്താവ് ഒരു ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് വരിക. ആ സമയം ഭാര്യയുടെ കുറെ ഡയലോഗും ആക്ടിങ്ങും ഒക്കെ ഉണ്ട്. അവസാനം അവള് അയാളെ കൊന്നുകളയുക. ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് വേണ്ട എന്നൊരു പ്രഖ്യാപനവും. അംബിക തകർത്താടി.
ഞാനാണെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, ജനങ്ങളാണെ കൂട്ട കൈയടി. പിന്നെ ഞാനേ ഗ്രീൻ റൂമിൽ പോയി അമ്പിയെ പരിചയപ്പെട്ടു. ഓ, അപ്പോ അങ്ങനെയാണ് ആ ചുമടെടുത്ത് തലയിൽ വെച്ചതല്ലേ? ഈ സീനെ അമ്മ അഭിനയിക്കുന്നതൊന്ന് കാണണമല്ലോ. അതിന് മോൾ അമ്മയെ അഭിനയിക്കാൻ വിടില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ആ സീനൊന്ന് അഭിനയിച്ച് കാണിക്കും. ഞാൻ അമ്മയോട് പറയും. എന്താ, എന്തു പറ്റി? നമുക്ക് നമ്മുടെ പഴയ നാട്ടിലേക്ക് പോയാലോ? ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ തോന്നാൻ? വല്ലാത്തൊരു ഭയം. എന്തിന്? എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്ന പോലെ മനസ്സിന് ശക്തി കുറയുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കരുതെന്ന്. ഈ മോള് കൂടെ ഇല്ലേ, പിന്നെന്താ? മോള് കൂടെ ഉണ്ടെങ്കിൽ അച്ഛനൊരു ഭയവും ഇല്ല. അതെ, നമ്മളെങ്ങും പോകുന്നില്ല. നമ്മള് അടിച്ചു പൊളിച്ച് ഇവിടെ ജീവിക്കും. അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങൂ ഉണ്ണി, വാനോളം സ്വപ്നങ്ങൾ കണ്ടുറങ്ങൂ ഉണ്ണി. ആരാരോ ആരിരാരോ, ആരാരോ ആരിരാരോ, ആരാരോ ആരിരാരോ, ആരാരിരോ. ഹലോ റോയ്, കാണാതെ നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ? എന്ത് ബ്ലണ്ടറാ നീ സംസാരിക്കുന്നത് മാൻ? Then what? നിന്നെ കെട്ടാന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോ? നിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടണമെന്ന് പറഞ്ഞു. Don't try to assert authority over me. അങ്ങനെയാണോ? ഈ കോളിലൂടെ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നു. അജയ്, ആ അഞ്ജന, You gotta take it to the bar. hey. താങ്ക് യു അജയ്. കഴിഞ്ഞ വർഷം വന്നപ്പോ നീ ഉണ്ടായിരുന്നില്ല. കണ്ടിട്ട് 2 വർഷമായി. നിനക്ക് എന്നെ കെട്ടാൻ പറ്റിയ ചേഞ്ച്. വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഏയ് നോ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വാ. അല്ല അത് നിനക്ക് എത്ര മെസ്സേജസ് അയച്ചു? മറുപടിയായിട്ട് ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു കൈ. കുറച്ചധികം ടൈപ്പ് ചെയ്താൽ എന്താ? തിരക്കാ. വി ആർ റിയലി വെരി വെരി ഗുഡ് ഫ്രണ്ട്സ്. ലെറ്റ് മീ ബി യുവർ ഫ്രണ്ട്. വിവാഹം കഴിഞ്ഞാലും നമ്മൾ രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഞാനേ അല്പം തിരക്കില്ല. ഏയ് അജയ്, നീ എന്താ ഒന്നും അറിയാത്ത പോലെ റിയാക്ട് ചെയ്യുന്നേ? നമ്മുടെ വിവാഹമാണ്. നിന്നെ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. എങ്കിലും ഇനി ആയിക്കോ. ഐ ലവ് യു. ലവ് യു അജയ്.
ആ ഓക്കെ, ഞാൻ ഉടനെ വരാം. ആ അഞ്ജന, സ്റ്റേഷനിൽ നിന്നാ ഒരു എമർജൻസി ഉണ്ട്. നിന്നെ ഞാൻ എന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടും അജയ്. എന്റെ അച്ഛന്റെ സർജറിക്കായിട്ട് എന്താ ഒരു മാർഗം? ഇന്നേ രാവിലെ എഴുന്നേറ്റപ്പോ അച്ഛൻ കിടന്ന സ്ഥലത്ത് കുറച്ച് ചോര ഉണ്ട്. ഞാൻ ഉറപ്പ് തരുന്നു, അപ്പച്ചി അഭിരാമിയും ഞാൻ കണ്ടെത്തും. അയ്യടാ, എന്തൊരു ബോധ്യാ. ചത്ത് മണ്ണടിയേണ്ട പ്രായമായി. അമ്മേ